62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണിക്ക് ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിക്കരികെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തിയതോടെ കലാമേളയ്ക്ക് ഔദ്യോഗിക തുടക്കമായി. 24 വേദികളിൽ 239 ഇനങ്ങളിൽ 14,000 കുട്ടികൾ 5 നാൾ നീണ്ട കലാമാമാങ്കത്തിൽ മാറ്റിവെക്കും. ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തമാണ് ഇന്നത്തെ ഗ്ലാമർ ഇനം. എം ജി മിഥുൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ദേശിംഗനാടിന്റെ മണ്ണിൽ ഇനി 5 നാൾ കലാപൂരം അരങ്ങേറുകയാണ്. ഔദ്യോഗിക തുടക്കമായിരിക്കുന്നു. ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി നിർവഹിക്കും. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? പ്രധാന അതിഥികൾ ആരൊക്കെയാണ്? എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? അല്പസമയത്തിന് മുമ്പ് വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രകല കലോത്സവത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മംഗളം കളിയാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ഭാഗമായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഗോത്രവിഭാഗക്കാരായ മാവിലർ, മലവേട്ടുവൻ സമുദായക്കാർ മംഗളകർമ്മങ്ങളുടെ സമയത്ത് നടത്തിവരുന്ന നൃത്തമാണ് ഇത്. അതാണ് അവർ ഐതിഹ്യമായി കണക്കാക്കുന്നത്. കല്യാണക്കളി എന്നും ഇതിനെ അറിയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വൃത്താകൃതിയിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും ചുവടുവെച്ച് വട്ടം തിരഞ്ഞ് നൃത്തം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓരോ പാട്ടിലും ഗോത്രവർഗ ജീവിതത്തിന് യഥാർത്ഥ പരിസരവും ഒപ്പം തന്നെ അവരുടെ ദുഃഖവും സന്തോഷവും നിത്യജീവിത രാഗങ്ങളും എല്ലാം തന്നെ നമുക്കിതിൽ പ്രകടമാവുകയും ചെയ്യും. ഒപ്പം തന്നെ ഇത്തവണ പ്രദർശനം ഇനം എന്ന നിലയ്ക്കാണ് ഗോത്രകല കലോത്സവത്തിൽ അവതരിപ്പിക്കുന്നതും. ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുന്നോടിയായി തന്നെ മുഖ്യമന്ത്രി ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ ഈ ഒരു പ്രദർശന കലയായാണ് ഈ ഗോത്രവിഭാഗത്തിലെ കല ഇപ്പോൾ ഈ ഒരു വേദിയിൽ കൊല്ലത്തെ ഈ ഒരു വേദിയിൽ പ്രധാന വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് അടുത്ത തവണ മുതൽ ഗോത്രകലകൾ മത്സരമയമാക്കുന്ന കാര്യം സജീവ പരിഗണനയിലാണ് എന്ന് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഈ ഔദ്യോഗിക 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും സിനിമാ രംഗത്തു നിന്നുള്ള നിഖിലകമൽ അടക്കമുള്ള പ്രമുഖരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അനുബന്ധമായി ആശാശരത്തിന്റെ നൃത്തച്ചുവടുകളും നമുക്ക് വീക്ഷിക്കാനാവുകയും ചെയ്യും. അത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങൾ 62ാമത് സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് അരങ്ങേറുന്നു. ഇനിയുള്ള 5 നാൾ രേണുക സൂചിപ്പിച്ചപ്പോൾ തന്നെ കൊല്ലം പൂരത്തിനെ കവച്ചുവെക്കുന്ന തരത്തിൽ കുട്ടികളുടെ ഒരു മാമാങ്കം, കുട്ടിപ്പൂരം കത്തിക്കയറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏകദേശം 14,000-ലധികം കലാപ്രതിഭകളാണ് കൊല്ലത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. 239 ഇനങ്ങളിലായി വിവിധ വിദ്യാർത്ഥികൾ ഈ വിവിധ ഇനങ്ങളിലായി മത്സരിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും ഒക്കെ തന്നെ വിദ്യാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിദ്യാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. എന്തായാലും മത്സരം പൊളിപാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.